നിങ്ങളെ കൂടെയുള്ളവർ നല്ലതാണെങ്കിൽ നിങ്ങൾ നല്ലതാവുകയുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സ്വഭാവം, പെരുമാറ്റം, ഭാഷ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അതിപ്പോൾ ഫ്രണ്ട്സ് ആവട്ടെ, സ്കൂളിലാകട്ടെ, നമ്മളിപ്പോൾ വീട്ടുകാരാകട്ടെ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുക നമ്മൾ അവരോടൊപ്പം ആയിരിക്കും അല്ലേ? നമ്മളിപ്പോൾ കൂട്ടുകാരുടെ ഇടയിലുള്ള ചില ശീലങ്ങൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? ഇത് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയ? ഈ ശീലം നിനക്ക് ഇതിനെ ആരാ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞ് നമ്മളെ തിരുത്തി തരാറുണ്ട്. പക്ഷെ നമ്മൾ വളർന്ന് വലുതായി നമ്മളെ തിരുത്താൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, നമ്മുടെ കൂടെ ഇരുന്നിട്ട് നമ്മളടുത്ത് നല്ലതിനെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നത്, നമ്മളെ നല്ലതിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്നത്, നല്ല അപ്രിസിയേഷൻ കിട്ടുന്നത്, അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലാണ് നിങ്ങളുണ്ടെങ്കിൽ ഷുവറായിട്ടും നല്ല ബന്ധങ്ങളിലാണ് നിങ്ങളുള്ളത്. അതുപോലെ തന്നെ എപ്പോഴും സങ്കടങ്ങളും വിഷമങ്ങളും ഇല്ലായ്മകളെക്കുറിച്ചും പറയുകയും അതേസമയം അപ്പോൾ നമ്മളെ കൂടെ ഇരുന്ന് വേറൊരാളെ കുറിച്ച് കുറ്റം പറയുകയും നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് കുറ്റം പറയുകയും തീർച്ചയായും ഉറപ്പായിട്ടും നിങ്ങളും ആ സർക്കിളിൽ വീണു പോകും. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം. സോ നിങ്ങളുടെ സർക്കിളിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള കൂട്ടുകാരാണോ, ബന്ധുക്കളാണോ, കൊളീഗ്സ് ആണോ എന്നുള്ള തിരിച്ചറിയാനായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിട്ട് ഇതെടുക്കാം. സോ സ്റ്റേ ഹാപ്പി, സ്റ്റേ കുഷ്, ഓൾവേസ് കീപ് സ്മൈലിംഗ്.